കടലക്കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ കടല കുതിർക്കുകയാണ്. കടല നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെ നാളെ വേവിക്കാൻ വെക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ നല്ലതാണ്. നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിപ്പോൾ നന്നായി കഴുകിയതാണ് കടല. ഇനി ഇത് കുതിർക്കാൻ വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ കുതിർത്ത് വെച്ച കടലയാണ്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. തൽക്കാലം ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. തേങ്ങ, തക്കാളി, ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി എന്നിവയും കൂടെ ചേർത്ത് കൊടുക്കാം. അരച്ചു കൊണ്ടുവരാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി ഇതും തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതാ കറിവേപ്പില, സവാള, പച്ചമുളക്, മല്ലിയില ഇത് നല്ല ഇങ്ങനെ ഇത് അരിഞ്ഞ് വയ്ക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, വേണമെങ്കിൽ കുറച്ച് ജീരകപ്പൊടി കൂടെ ചേർക്കാം കേട്ടോ. മണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം സ്പീഡിൽ ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം.
നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടല എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യണം കേട്ടോ. ഇതിന് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്തും വറ്റൽമുളകൊക്കെ ചേർക്കണം, നല്ലതാണ്. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല. അപ്പം നമ്മുടെ കടലക്കറി റെഡി. ഓക്കെ, ഇനി ഇത് സെർവ് ചെയ്യാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റാം.